सेनोरिटा, बड़ी बड़ी शहरों में ऐसी छोटी छोटी बातें होती रहती है। क्या बोला? मैंने कहा कि अगर तुम्हें तुम्हें मुझ पे कोई इंटरेस्ट है तो यस बोल दो। अच्छा, तो मैं सैफू को क्या बोलूंगी? हे वाह वाह, मुझे तो सिर्फ बेबो पे इंटरेस्ट है, मुझे किसी और चीज पे कोई इंटरेस्ट नहीं। बट इफ मीना कुमारी मुझको पटती है तो मैं उसको भी पटाऊंगा, क्योंकि मैं हमेशा सिकंदर हूं। वाह। अच्छा, दोनों को पटाएगा? बहुत मारूंगी तुझे, इतना मारूंगी ना, मार मार के ठीक करूंगी तुझे। ഹൈ, എന്താ ഒരു ശബ്ദം? ആരവിടെ? അയ്യോ അച്ഛ, അത് ഞാൻ രാത്രി സ്വപ്നം കണ്ടതാ. ഞാൻ ഷാറൂഖ് ഖാനെയും സൈഫ് അലി ഖാനെയും സ്വപ്നം കണ്ടു രാത്രി. അതാണ് അച്ഛ. അതെയോ മോളെ, എനിക്ക് നീറ്റ് കോളേജ് പോണ്ട രാവിലെ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് കണ്ട് നീറ്റ് പല്ലൊക്കെ തേച്ചങ്ങോട്ട് കോളേജ് പോവാ. എന്താ പറഞ്ഞ കേട്ടോണ്ടേ? ഏയ്, കോളേജ് അങ്ങോട്ട് പോവുക, ഞാൻ പറഞ്ഞങ്ങോട്ട് അനുസരിക്കുക. ഓക്കെ, ശരി അച്ഛ. ശരി അച്ഛ, ഞാൻ കോളേജിൽ പോവാം. ബൈ അമ്മ. എന്താ കുട്ടിയോള് പറഞ്ഞ ഒന്നും അങ്ങോട്ട് കേൾക്കില്ല. എന്താ ചെയ്യാ അവരെ കൊണ്ടൊക്കെ? സ്വപ്നം കാണത്തെ ഷാറൂഖ് ഖാൻ. മോൻ സ്വപ്നം കണ്ടിട്ടില്ല ഇതുവരെ. നോപ്പിന് ദീപികേനെ കൂടുതലും കാണാം. ഇനി എന്താ പറയുക? ഈ രാമു ഇവിടെ പോയി? രാമു രാമു നീ എവിടെ? അമ്മാവോ അമ്മാവോ, ഞാൻ ഇവിടെ ഉണ്ട്. അയ്യോ, ഇവനെ കണ്ടോടുകൂടി നമ്മുടെ വിഷു അങ്ങോട്ട് വെള്ളത്തിലായി. എന്താ പറയാ? അയ്യോ, വെറുതെ വിളിച്ചതാണ്. അമ്മാവോ അമ്മാവോ, ഈ അമ്മാവൻ എന്ന് പറഞ്ഞ അമ്മയുടെ മാമനാണോ അതോ മാമന്റെ അമ്മയോ? ഹൈ, അശ്ലീലം പറയുന്നു, എനിക്കറിയില്ലടോ. എന്താ വായ വായെടുത്ത അസഭ്യം പറയത്തുള്ളൂ. നീ എന്താ പറയ? വേറൊന്നും ചോദിക്കാൻ കിട്ടിയില്ലേ? അമ്മാവോ, എന്നാ ശരി, ഞാനൊരു കാര്യം ചോദിക്കാം. മൂക്കറ്റും കുടിച്ചിട്ടുണ്ട്, എനിക്കൊന്നും കേൾക്കണ്ട, പൊയ്ക്കോടുന്നു. അമ്മാവോ, ലോജിക്കൽ ക്വസ്റ്റ്യൻ. അമ്മാവോ, ഈ ആണും പെണ്ണും തമ്മിൽ ഡിഫറൻസ് എന്താ? അതിപ്പോ അതിപ്പോ എന്തപ്പോ പറയുക? ഇനിയിപ്പോ ആണുങ്ങൾക്ക് മീശ ഉണ്ടാവും, പെണ്ണുങ്ങൾക്ക് മുടി ഉണ്ടാവും, അതല്ല ഇപ്പൊ ഡിഫറൻസ് ഉള്ളത്. അല്ലാതെ പിന്നെ എന്താ ഡിഫറൻസ്? അമ്മാവോ, ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിന് കറോടൊന്നും കിട്ടില്ല, കാറും കിട്ടില്ല, എൻ്റെ ചെത്ത കുട്ടിക്ക് തന്നെ അടി കിട്ടും. തോന്നിയാസം പറഞ്ഞ ഊപ്പ. എടോ, ആണിന് പ്രസവിക്കാൻ പറ്റില്ല, പെണ്ണിന് പ്രസവിക്കാൻ പറ്റും. ഇതാണ് ഡിഫറൻസ്. ഹൈ, അസഭ്യം പറയുന്നു. ചൂലെടുക്കുന്നോ? എവിടെ പോയ ചൂല്? അമ്മാവോ, ചൂലൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു കച്ചറയിൽ. അത്രയ്ക്കായോ? രാമു, നിന്നെ റിഹാബിലിറ്റേഷൻ കൊണ്ട് അഡ്മിറ്റ് ആക്കട്ടോ, കൂടുതൽ കളിച്ച. അമ്മാവോ, ഈ റെയിൽവേ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ റീഹാബിലിറ്റേഷൻ പറഞ്ഞാൽ എന്തുട്ടാ? അത് തൻ്റെ പോലുള്ള ആൾക്കാർക്ക് കിടക്കാനുള്ള സ്ഥാപനം. താനൊക്കെ അവിടെ നന്നാവും, ഇഞ്ചക്ഷൻ കയറ്റിയാൽ മതി, അപ്പോഴൊക്കെ നന്നായി വിചാരിക്കുക. എന്താ പറയേ? അമ്മാവോ, എനിക്ക് ചോദ്യമുണ്ട്. എന്താ പിന്നെയും വേറെ കുശലം കളിക്കാനുള്ള പണിയ? പണി കൊണ്ട് വരിക എൻ്റെ മുമ്പിൽ. ആരവിടെ? ആളുണ്ട?
എന്നിട്ട് വന്നേ ഇവനെന്ത് പിടിച്ചേ? അയ്യോ അമ്മാവോ, അമ്മാവോ ഞാൻ തമാശ പറഞ്ഞതല്ലേ. ഇവിടെ പിടിച്ച് ഈ കള്ളൂടെ നന്നാക്കിയിട്ടേ ഉള്ളൂ. അങ്ങോട്ട് വിടുക, ഇവനെ റിഹാബിലിറ്റേഷൻ സെൻറ്ററിൽ കൊണ്ടൊന്നും അഡ്മിറ്റ് ആക്കിയിട്ടേ ഉള്ളൂ. വരിക വരിക പോവാ. 3 മാസം കഴിയും. എന്താ സുഖം. ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാ. ഒരു ടെൻഷനില്ല. നോം വിശറി ആട്ടി വീട്ടിലങ്ങോട്ട് ഇരിക്കുക, എന്നിട്ട് നോം അങ്ങോട്ട് സുഖിക്കുക. ഒരു പണിയും വേണ്ട. അമ്മാവോ, എവിടെ നിന്നാ ശബ്ദം? ഇതൊരു അസഭ്യന്റെ ശബ്ദമാണല്ലോ. ഇത് നമ്മുടെ രാമല്ലേ? അമ്മാവോ എന്നെ മനസ്സിലായില്ലേ, പറഞ്ഞിട്ടില്ല അല്ലേ? ഇവിടെ തന്നെ ഒന്നും റീഹാബിലിറ്റേഷൻ സെൻ്ററിലാക്കിയതല്ലേ നന്നാവാൻ. താൻ പിന്നെയും നന്നായില്ലേ? എൻ്റെ ശബ്ദം അങ്ങനെ കുടിച്ചിട്ടാ നോക്കട്ടെ മാനിക്കണം. അന്നൊന്നും പിന്നെയും കൊണ്ടുവല്ലോ. അമ്മാവോ ഞാൻ നന്നായി, പക്ഷെ എൻ്റെ ശബ്ദം മാത്രം മാറിയില്ല. അത്രയ്ക്കാ ശബ്ദം മാറിയില്ല. അന്ന് അയാളുടെ ഒരു ഒറ്റമൂലിയുണ്ട്. നീ വരിക, നോന്നെ കൊണ്ടുപോവാ. ഇവനെ കൊണ്ടുപോവാ. അപ്പം നിങ്ങൾക്ക് നോമൻ്റെ വീഡിയോ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു അങ്ങോട്ട് ലൈക്ക് അങ്ങോട്ട് അടിക്കുക, സബ്സ്ക്രൈബ് അങ്ങോട്ട് ചെയ്യുക. അമ്മാവോ ഷെയർ ആരാ നിങ്ങളുടെ തന്ത ചെയ്യും. അസഭ്യം പറഞ്ഞ ഉണ്ടാക്കുക എവിടെങ്കിലും കേട്ടാ. അസഭ്യമല്ല മാമോ, ഷെയർ ചെയ്താലല്ലേ ഷെയർ ചെയ്ത് പോവുള്ളൂ. അതാ പറഞ്ഞത്. അമ്മാവൻ്റെ ഒന്നും അറിയില്ല. അറിയില്ല, എനിക്കൊന്നും അറിയില്ല. എന്തായാലും ഷെയർ ചെയ്തോളൂ. നമ്മൾ നോക്കട്ടെ, വീഡിയോ അങ്ങോട്ട് ഹിറ്റാവട്ടെ.